കൺസ്യൂമർ ഫെഡിലെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി തുടരുന്നു. എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾക്കടക്കം പലർക്കും സ്ഥലം മാറ്റം ലഭിച്ചു. അതേസമയം ക്രമക്കേടിന്റെ പേരിൽ സസ്പെൻഷൻ നടപടി നേരിട്ടിട്ടുള്ള ജീവനക്കാരന് പുതിയ ചുമതലകൾ നൽകി. കൺസ്യൂമർ ഫെഡുമായി ബന്ധമില്ലാത്ത റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ ഉൽപ്പന്നത്തിന്റെ വിൽപ്പന പരിശോധിക്കാനും ഇയാളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡിലെ ആഭ്യന്തരാന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ദിനേശ് ലാലിനെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് അനഭിമതരായ കൂടുതൽ പേരെ സ്ഥലം മാറ്റുന്നത്. അഴിമതിക്കെതിരെ രൂപീകരിച്ച എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് VK സത്യനെ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്കാണ് മാറ്റിയത്. വൈസ് പ്രസിഡന്റ് ശ്യാംകുമാറിനെ എറണാകുളത്തു നിന്നും ഇടുക്കിയിലേക്ക് മാറ്റി. കേന്ദ്ര ഓഫീസിൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതല ഉണ്ടായിരുന്ന വനിതയെ സ്ഥലം മാറ്റിയതിനൊപ്പം തരം താഴ്ത്തിയതായും പരാതിയുണ്ട്. മുൻ MD ടോമിൻ തച്ചങ്കരിയുടെ ഇൻസ്പെക്ഷൻ വിങ്ങിൽ ഉണ്ടായിരുന്നയാൾക്കടക്കം മറ്റു പലർക്കും സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞു. വിവാദമാകാതിരിക്കാൻ വെവ്വേറെ ഉത്തരവുകൾ ഇറക്കുന്നതിനാൽ അത് കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് ജീവനക്കാർ അറിയുന്നത്. തിരുവനന്തപുരം ജില്ലക്കാരനായ INTUC യൂണിയന്റെ പ്രമുഖ നേതാവിനെയും ഉടൻ സ്ഥലം മാറ്റുമെന്നാണ് സൂചന. അതേസമയം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉയർന്ന സ്ഥാനങ്ങൾ നിയമിക്കുന്നതും പതിവായിട്ടുണ്ട്. പൂജപ്പുര നീതി ഗോഡൌണിലെ ക്രമക്കേടിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്ന മഹേഷ് കുമാർ അടക്കം ടോമിൻ തച്ചങ്കരി MD ആയിരിക്കെ നടപടി നേരിട്ടവരെ തിരിച്ചെടുത്തത് നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. മഹേഷ് കുമാറിന് ഉയർന്ന ചുമതലകൾ നൽകിക്കൊണ്ട് പുതിയ MD രത്നകുമാരൻ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി. നീതി നന്മ സ്റ്റോറുകളിലെ കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുക, അധികമുള്ള ജീവനക്കാരെ പുനർവിന്യസിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നിവയാണ് ഇയാൾക്കുള്ള പുതിയ ചുമതലകൾ. കൺസ്യൂമർ ഫെഡുമായി ബന്ധമില്ലാത്ത റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ വളത്തിന്റെ വിൽപ്പന പരിശോധിക്കാനും ഇയാളെ ചുമതലപ്പെടുത്തിയത് വിചിത്രമായ നടപടിയാണെന്ന് മറ്റു ജീവനക്കാർ പറയുന്നു. ജീവനക്കാരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതും വിലക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയതും പുതിയ MDയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണർത്തുന്ന കാര്യങ്ങളാണ്. സഹകരണ വകുപ്പിന്റെ അന്വേഷണവും ഭരണസമിതി പിരിച്ചുവിടലും വലിയ കാര്യങ്ങളായി ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ അഴിമതികൾ മൂടിവെക്കാനും എതിർക്കുന്നവരെ നിശബ്ദരാക്കാനും നീക്കം നടക്കുന്നുണ്ടെന്ന് ഈ നടപടികൾ തെളിയിക്കുന്നു. പ്രദീപ് C. നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.